ഒരുപാട് പുതുമുഖങ്ങളെ, അതായത് നമ്മൾ ഇത് കണ്ടവരും കാണാത്ത ഒരുപാട് പുതുമുഖങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതായത് അവരൊന്നും അഭിനയിക്കുന്നില്ല, ആ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചു. അതിൻ്റെ സംവിധായകന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും കഴിവുകളുള്ള ഒരുപാട് പേര്, അറിയപ്പെടാതെ കിടന്ന ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം കാണിച്ച ആ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നല്ല സബ്ജക്റ്റാണ്. ഓരോ സബ്ജക്റ്റും വ്യത്യസ്ത പുലർത്തുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ എൻജോയ്ഡ് ഇറ്റ്. പ്രതീക്ഷയിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടുള്ള ഒരു സംരംഭമല്ലേ. സിനിമാ ഫീൽഡിൽ ഒരുപാട് നേരം ഉണ്ടെങ്കിലും ഫസ്റ്റിലായിരുന്നു നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഒരു ആൻഡോളജിക്കൽ മൂവിയാണ്. ഒരു ആൻഡോളജിക്കൽ സൈക്കോളജിക്കൽ മൂവിയാണ്. കാരണം 5 സിനിമകൾക്ക് ശേഷം ഒരു 5 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഇവർക്ക് അഭിനയിച്ചിട്ടുള്ളത് കോമഡി സ്റ്റാറിലേക്ക് കണ്ടു. 10 വർഷത്തോളമായി പറക്കുന്ന സിനിമകൾ തോന്നി. നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഇത് പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമയാണ്. എല്ലാ തിയേറ്ററിൽ കാണുക. മലബാർ ടൈൽസും കേൾപ്പിക്കുന്നു. തീർച്ചയായിട്ടും പെരേര ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇന്ന് തന്നെ വേറെ സിനിമകൾ റിലീസുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു പ്രേക്ഷകരുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെപ്പോലുള്ള ഇത് ചെറിയ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ആ മനസ്സിന് തീർച്ചയായിട്ടും താങ്ക് യു അറിയിക്കാം. അനിൽ കുഞ്ഞപ്പൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 5 കഥകളുടെ കഥയായിട്ട് അല്ല, 5 കഥയായിട്ട് എടുത്തു. അതൊരു മിക്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം 5 ഡിഫറെൻറ്റ് കഥയാണ്. അതിലൊരു മെസ്സേജിങ് ഉണ്ട്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കുറേ ഇമോഷൻസ് ആണ്. ക്ലൈമാക്സിലൊക്കെ കുറേ തോന്നി. അല്ല, അതാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ആദ്യം ഒരു ഇമോഷണൽ സബ്ജക്ട്സ് എടുത്തിട്ട് ഫിനിഷിംഗ് ഒരു കോമഡി സബ്ജക്റ്റ്. ആ കോമഡിയിലും ലാസ്റ്റ് ഒരു ഇമോഷൻ കൊണ്ടുവരാം. അതൊക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ധൈര്യമാണ്. എനിക്ക് തോന്നുന്നു അതൊരു ചാലഞ്ച് ആയിരുന്നു. ബട്ട് ഐ ലവ് ദാറ്റ് ചാലഞ്ച്. പുതുമുഖങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറയാം ഉഗ്രം പടം ഒന്നും പറയാൻ 5 കഥയും വ്യത്യസ്തമാനത്തോടുകൂടി നല്ലൊരു രീതിയിൽ ചെയ്ത അഭിനേതാക്കളൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും അവരെല്ലാവരും അമ്മ വേഷം ചെയ്ത രീതിയിലുള്ള ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സൂപ്പർ. അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ